ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് എടുത്ത വീഡിയോ എന്നിട്ടാണ്. ഇപ്പം മക്കൾ രണ്ടാളും മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയെന്ന്. രാവിലെയാണ് കേട്ടോ ക്ലാസ്. ശനിയാഴ്ച രാവിലെയും ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടും അങ്ങനെയാണ് ക്ലാസ് വരുന്നത്. അപ്പോൾ ഇതാ രാവിലെ ചായ കുടിക്കലും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവേന്ന്. പിന്നെ രാവിലെ എന്തുണ്ടാക്കിയാലും കഴിക്കാൻ കഴിയില്ല. ബസ് കയറിയാൽ ഛർദ്ദിക്കാൻ വരുന്നെല്ലാം പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കാലി സുലൈമാനി മാത്രം കുടിച്ചിട്ട് പോക്കാന്ന്. അപ്പോൾ ഇവരെന്തായാലും കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിന്. അടുത്ത് തന്നെയാണ്. അപ്പം അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയി. കാര്യമായിട്ടൊന്നുമില്ല, ഉച്ചയ്ക്ക് കുറച്ച് പച്ചക്കറിയും ഫിഷും കാര്യങ്ങളെല്ലാം ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ അതിങ്ങനെ വാങ്ങാം. അധികം പച്ചക്കറി അങ്ങനെ ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്യലൊന്നുമില്ല. ഇല്ലെങ്കിൽ താഴെയൊന്ന് വന്നിട്ട് വേഗം വാങ്ങിയിട്ട് പോകും, അല്ലെങ്കിൽ വിളിച്ച് പറയും ഡെലിവറി ചെയ്യും. അങ്ങനെയെല്ലാം വാങ്ങിക്കൽ. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളിൽ നോക്കലാണ്. ഇന്നിപ്പോൾ ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറിയാണ്. അപ്പം കടല തലേന്ന് തന്നെ വെള്ളത്തിലിട്ട് പൊതിർത്തി എടുത്തിയാണ്. അതൊന്ന് കഴുകി ക്ലീൻ ചെയ്തിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഉപ്പും. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു വിസിൽ പോയിട്ട് ഒരു 30-35 മിനിറ്റ് വെക്കണം കേട്ടോ. കടല നന്നായിട്ട് നല്ല വെന്ത് കിട്ടണം. അപ്പോൾ ആ ഒരു സമയത്തായിരിക്കും ഈ ഒരു കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കടൽ റെഡിയാവുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ പുട്ടിൻ്റെ പൊടിയെല്ലാം ഒന്ന് കുഴച്ചെടുക്കലാണ്. അപ്പോൾ ഇത് പൊടി എടുക്കുമ്പോഴാണ് മനസ്സിലായത് പൊടി തീർന്നിട്ടുണ്ടായിനി. ആ ഒരു സമയത്തേക്ക് കുഴക്കാൻ പോലും ഉണ്ടായിട്ടില്ല. അപ്പം ഒരു പാക്കറ്റ് ബാക്കിയുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് പൊളിച്ചിട്ട് ഈ ഒരു കുപ്പിയിൽ ഇട്ട് കൊടുക്കലാണ്. ഏറ്റവും മടിയിലൊരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ നിറക്കൽ. ചില സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. പക്ഷേ ഇന്നിപ്പോൾ ഒന്നുമില്ല. ഒരു നേരത്തെ എന്തായാലും കുഴക്കാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് പാക്കറ്റെല്ലാം എടുത്തുകൊണ്ടൊന്ന് പൊളിച്ചിട്ട് ആ ഒരു ജാർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെക്കാം. ഇതിപ്പോൾ കുഴച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചുടലാണ് നല്ലത്. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആരോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് മേലെ കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം പുട്ട് ചുട്ടെടുക്കലാണ് നല്ലത്. അതിപ്പോൾ അങ്ങനെ കേട്ടതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ തന്നെ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഉച്ചക്കേക്കുള്ള അരിയെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് റൈസ് കുക്കറിലേക്ക് വെക്കലാണ്. അപ്പോൾ ഇത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് പുട്ടും കടലയിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിയിലേക്ക് കുറച്ച് തേങ്ങ ഒഴിക്കാനുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു തേങ്ങയിലേക്ക് ഇതിപ്പം അരിയും ജീരകവും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തിട്ട് വറുത്ത് വെക്കുന്നതാണ്. അത് അധിക കറിയിലും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ കറി നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കടലയില്ലേ, കറിയിൽ നിന്ന് കുറച്ച് കടല ഈ ഒരു തേങ്ങയിലേക്ക് ചേർത്തിട്ട് അരച്ചിട്ട് ചേർത്താലും മതി. നല്ല അടിപൊളിയായിരിക്കും. കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് കറി നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങയും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ പുട്ടും കടലക്കറിയിലും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കലാണ്. എൻ്റെ കൂടെ ഉമ്മ ഉണ്ട് കേട്ടോ. ഉമ്മ തലേന്ന് ഇവിടെ വന്നിട്ടുണ്ടായിന്. അപ്പം എൻ്റെ കൂടെ നിന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും എഴുന്നേറ്റ് ഫുഡെല്ലാം കഴിക്കലാണ്.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ ഇന്ന് ഈ കുട്ടികളെ ബെഡും എല്ലാം ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ തന്നെ ചെയ്യും. സ്കൂളിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഓരെ കൊണ്ടുപോയിട്ട് വന്ന ഉടനെ തന്നെ ഞാൻ ഇത് ചെയ്ത് വെക്കും. കാരണം വയ്യ കുറച്ച് കഴിഞ്ഞിട്ട് കാണുമ്പം എന്തോ പോലെയാണ്, പണി ഒരുങ്ങാത്ത പോലെ തോന്നലെന്നാൽ ഇതൊന്ന് ചെയ്ത് വെച്ചാൽ വലിയൊരു പണിയും കഴിയും. അപ്പോൾ ഇന്നിപ്പം ഉമ്മ ഇല്ലോണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ചാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഇതെല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കലാന്ന്. അപ്പോൾ ഇതാ കുട്ടികളെല്ലാം മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാന്ന്. അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് മടിയാണ് കേട്ടോ ഇരിക്കാൻ വേണ്ടി. കുറച്ചായിട്ട് എന്ന് പറഞ്ഞിട്ട് ടി വിയെല്ലാം നോക്കിയിട്ടിരിക്കും. ഞാൻ പിടിച്ചിരുത്തലാന്ന്. അല്ലെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം അങ്ങ് ഡിലേ ആക്കും. ലേറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ഇപ്പോഴേ ഫുഡ് കഴിക്കാനിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പിടിച്ചിരുത്തലാന്ന്. അപ്പോൾ ഇതാ ഇനി ഉച്ചക്കേക്കുള്ള പണികൾ പെട്ടെന്ന് ചെയ്യലാന്ന്. പച്ചക്കറിയിൽ ഉമ്മ കട്ട് ചെയ്ത് തരുന്നുണ്ട്, ഞാൻ കുക്ക് ചെയ്യലാന്ന്. രണ്ടാളുണ്ടാകുമ്പോൾ പണികൾ പെട്ടെന്ന് തീരുന്ന പോലെയല്ലേ. ഒന്നാമത് വർത്താനം പറഞ്ഞ് അങ്ങനെ നേരം പോകും. പിന്നെ ഒരാൾ കട്ട് ചെയ്യലും ഒരാൾ കുക്ക് ചെയ്യലും ഇല്ലാകുമ്പോൾ പെട്ടെന്ന് തീരും. അല്ലെങ്കിൽ ഒരാൾ തന്നെയല്ലേ ചെയ്യണ്ടേ. അപ്പോൾ ഇതാ ഇന്നിപ്പം താലോരിയും പയറുമാണ് വറക്കുന്നത്. പിന്നെ മീനെ കറി വെക്കുന്നത്. അതെല്ലാം ഇന്ന് ഉച്ചക്കേക്കുള്ള ഫുഡ്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണികളെല്ലാം തീർത്തിട്ടുണ്ട്. ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറും വറവും കറിയും എല്ലാം കൊണ്ടേക്കലാണ്. പിന്നെ ഉപ്പാക്ക് ചോറിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം കഴിക്കാൻ ചപ്പാത്തിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കുറച്ച് ചപ്പാത്തിയും കൂടെ ചുട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ടേബിളിൽ കൊണ്ടേക്കലാണ്. പിന്നെ എല്ലാവരും ഫുഡെല്ലാം കഴിക്കലാണ്. പിന്നെ ഇതാ ചായയുടെയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. ഇപ്പം അടുത്തായിട്ട് അധിക വീക്കെൻഡിൽ ഇങ്ങനെ പുറത്തിറങ്ങും ലേറ്റ് ആവും. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ എല്ലാം ക്ലോസ് ചെയ്യുന്ന ടൈമാവും. അപ്പം നമ്മൾ ഇന്ന് വിചാരിച്ച് ലേറ്റ് ആവണ്ട, കുറച്ച് വേഗം തന്നെ പോകാമെന്ന് വെച്ചിട്ട് വൈകുന്നേരം തന്നെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിന്. ഇന്നിപ്പോൾ പോയത് ദുബായ് ഹിൽസിലേക്കാണ്. പിന്നെ ഏത് ഷോപ്പിംഗ് മാളിൽ പോയാലും നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന കുറച്ച് ഷോപ്പുണ്ട്. അവിടെ എന്തായാലും കയറണം കേട്ടോ. അതിപ്പം എത്ര തലേന്ന് കയറിയാലും പിറ്റേന്ന് എന്തായാലും ഒന്ന് പോകണം. അവിടെ പുതിയതായിട്ട് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും കയറിയിട്ടില്ലെങ്കിൽ ഒരു എന്തോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഇതാ ഹോം സെൻറ്ററിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ദേര സിറ്റി സെൻറ്ററിൽ പോയാലും എപ്പോൾ ഹോം സെൻറ്ററിൽ പോക്കുണ്ട്. കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ലെങ്കിലും അവിടെ ഒന്നും മാറ്റമില്ലെങ്കിലും ഒന്ന് പോകണം. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാനും എല്ലാം ഒന്ന് പോകണം. അപ്പം എൻ്റെ അനിയത്തിയും മക്കളെല്ലാം പറയും, നിങ്ങളെപ്പോൾ ഇവിടെ തന്നെയല്ലേ പോകുന്നത്, പോയാലും കണ്ടാലും മതിയാവില്ലേ എന്നെല്ലാം ചോദിക്കും. പക്ഷെ എന്നാലും ഈ ഒരു പാത്രങ്ങളും ഇതെല്ലാം കാണാനൊരു ഭയങ്കര രസം തന്നെയാണ്. പണ്ട് ഉപ്പിയും ഉമ്മയൊക്കെ ഇങ്ങനെ പാത്രം വാങ്ങിച്ച് കൂട്ടുമ്പോൾ ഞാൻ എപ്പം പറയും, നിങ്ങൾക്ക് എത്ര പാത്രം വാങ്ങിയാലും മതിയാവുന്നില്ലേ എന്നാലും ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വലുതാകുമ്പം ആ ഒരു ഇതന്നെ വന്ന് പാത്രവും ഇതെല്ലാം കാണുമ്പം വാങ്ങണം എന്നുള്ളൊരു ചിന്ത നമുക്കിപ്പം വലുതാകുന്ന സമയത്ത് വന്നു തുടങ്ങിയിട്ടാ. അല്ലെങ്കിൽ എനിക്ക് പണ്ട് ഇഷ്ടമൊന്നുമല്ല. ഇങ്ങനെ ഉപ്പയൊക്കെ പാത്രം വാങ്ങി നടക്കുമ്പോൾ ഞാൻ പറയും, ഉപ്പ മതി മതി എന്തിനിങ്ങനെ കുറേ വാങ്ങുന്നതെന്നല്ല ഞാൻ പറഞ്ഞ് നടക്കലുണ്ട്. പക്ഷെ ഇപ്പോൾ വലുതാകുമ്പം ആ ഒരു സ്വഭാവം എനിക്കും കിട്ടി. ഞാനിങ്ങനെ പാത്രമെല്ലാം കാണുമ്പം അറിയാണ്ട് അങ്ങ് പോയി പോകും വാങ്ങിക്കാനും കാണാനെല്ലാം ആയിട്ട്. പിന്നെ ഷോപ്പിംഗ് മാളിലും കറങ്ങി. പിന്നെ ഇതിപ്പോൾ ഇതാ ഫ്ലൈയിങ് ടൈഗർ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു എന്താ പറയുക സ്ട്രോബെറിൻ്റെ ഐറ്റംസ് എല്ലാം കണ്ടിട്ട് അങ്ങനെ കയറിയതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അഫോർഡബിൾ പ്രൈസുമാണ്. അങ്ങനെ ഒരുപാട് പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്തെല്ലോ ക്യൂട്ടായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് മൊത്തത്തിൽ കറങ്ങി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റംസ് എല്ലാം ഇവിടെ കണ്ടിട്ടുണ്ടായിനി. What is this? So many stuff here. That's too.
അപ്പോൾ ഇതൊരു പുതിയ ഷോപ്പാണ് കേട്ടോ. നമ്മൾ പുറത്ത് നല്ല അടിപൊളിയിൽ സെറ്റ് ചെയ്തിച്ചാൽ കണ്ടിട്ട് അങ്ങനെ കയറിയതാണ്. എല്ലാം നല്ല ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഹോം സെൻറ്ററും ഐക്കലും വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലാണ്. അധിക ഐറ്റംസ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിന്. അപ്പം മൊത്തത്തിലൊന്ന് കണ്ടിച്ചെല്ലാം ഇറങ്ങി. പിന്നെ ഈ ഒരു കുക്കിംഗ് ചാനൽ നടത്തുന്നതുകൊണ്ട് ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്യാനും അങ്ങനെ. അപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളിലും കാണുമ്പോൾ ഒരു രസമാണ് കാണാനും നോക്കാനും എല്ലാം. ഒരുപാട് പ്രൈസും കാര്യങ്ങളിലൊന്നും വാങ്ങിക്കുകയില്ല. കുറച്ച് അഫോർഡബിൾ റേറ്റിനെല്ലാം കിട്ടുന്നത് വാങ്ങിക്കും. പിന്നെ കുക്കിംഗ് സെറ്റെല്ലാം കുറച്ച് നല്ല തന്നെ വാങ്ങിക്കും. അത് നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്നില്ലേ. ഇങ്ങനത്തെ എല്ലാം ഒരുപാട് വാങ്ങി വെച്ചാൽ വെക്കാനും സ്റ്റോർ ചെയ്യാനും സ്ഥലമില്ല. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് മാത്രം നോക്കിയിട്ടേ വാങ്ങിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡെല്ലാം ഓർഡർ ചെയ്ത്. ഇന്നിപ്പം KFC ആണ് കേട്ടോ വാങ്ങിച്ചത്. കുറേ ആയി KFC കഴിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു താല്പര്യമുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ KFC ആണ് ഇന്ന് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.